എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ലോക്സഭാ മണ്ഡല പുനർനിർണയ തീരുമാനത്തെ കേരളവും തമിഴ്നാടും എതിർക്കുന്നു? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലം പുനർനിർണയിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. ഇത് ദോഷമായി ബാധിക്കുന്നത് കേരളവും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളെയാണ്. 1952, 63, 1973 വർഷങ്ങളിലാണ് രാജ്യത്ത് നേരത്തെ മണ്ഡല പുനർനിർണയ പ്രക്രിയ നടത്തിയത്. എന്നാൽ 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പ്രക്രിയ 2000 ശേഷമുള്ള ആദ്യ സെൻസസ് വരെ താൽക്കാലികമായി മരവിപ്പിച്ചു. ജനസംഖ്യ നിയന്ത്രണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു ഇത്. സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയുടെ കാര്യത്തിലുള്ള അസമത്വം തുടരുന്നതിനാൽ 84ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് മരവിപ്പിക്കൽ 2026 ശേഷമുള്ള ആദ്യ സെൻസസ് വരെ ദീർഘിപ്പിച്ചത്. 2031 വരെ ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. അത് കണക്കിലെടുക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ ധൃതി പിടിച്ച പുതിയ നീക്കം. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യ നഷ്ടമുണ്ടാക്കും. രണ്ട് സംസ്ഥാനത്തിന്റെയും സീറ്റുകളുടെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടത്. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന നിലയുണ്ടാവരുത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾക്കും കുടുംബാസൂത്രണ നയങ്ങൾക്കും അനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്നത് അനീതിയാണ്. ഇതിലെല്ലാം വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം നൽകുന്നതിന് തുല്യമാകും ഇപ്പോഴത്തെ മണ്ഡല പുനർനിർണയ നീക്കം. ലോക്സഭാ മണ്ഡല പുനർനിർണയ തീരുമാനവുമായി മുന്നോട്ടു പോകാനുള്ള കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന്റെ എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിൻ്റേത് ധൃതി പിടിച്ച നീക്കമെന്നും വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും അഭിപ്രായ സമന്വയത്തിലൂടെയാകണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമാന വിഷയത്തിൽ തമിഴ്നാട് വിളിച്ചിട്ടുള്ള ചെന്നൈ സമ്മേളനത്തിലേക്ക് കേരളത്തെയും തമിഴ്നാട് സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ നീക്കത്തിന് പിന്തുണ ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കി ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ കാണിക്കുക തന്നെ വേണം.